മറ്റേ മുസ്ലിം ചോദിക്കട്ടെ, എങ്ങനെ പരിധി വെക്കുക, എന്താ പരിധി? അവരെ പറഞ്ഞോട്ടെ, കേട്ടോളൂ നിങ്ങൾ. എന്നാണ് ഈ പരിധി വന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ചെറിയ കുട്ടിയായ കാലം മുതൽ നമ്മൾ പഠിച്ചതല്ലേ, ഇന്നല്ലാഹ യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്. അല്ലാഹു അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് നൽകുന്നു. ഒരു കൈയും കണക്കും അതിനില്ല, ഒരു പരിധിയുമില്ല. ഇത് വഅദ് പറഞ്ഞവരല്ലേ നമ്മൾ, ഇത് കേട്ടവരല്ലേ നമ്മൾ. അപ്പൊ കണ്ടങ്ങള്, ഇത് വഅദ് പറഞ്ഞവരാ നമ്മള്, ഇത് കേട്ടവരാ നമ്മള്. എന്ത്? യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹ് കണക്കില്ലാതെ കൊടുക്കും. എന്നിട്ട് ഇപ്പൊ പറയാം അത് പറ്റൂല, കണക്കില്ലാതെ അല്ലാഹ് കൊടുത്താൽ നമ്മളിവിടെ എടുക്കാറാവേട്. അല്ലാഹ് കണക്കില്ലാതെ കൊടുത്താൽ സമസ്ത പിരിച്ചിട്ട് പോകേണ്ടി വരും. കൂട്ടരെ, ആയത്തിന് അർത്ഥം അതല്ല. അല്ലാഹ് കണക്കില്ലാതെ കൊടുക്കുന്നവനാ അതിനർത്ഥം അള്ളാഹിന്റെ എല്ലാ അധികാരവും അവന്റെ എല്ലാ സിഫാത്തും എല്ലാ വിശേഷണവും വേറെ ആൾക്ക് വകച്ചു കൊടുക്കുന്നതാണോ? അല്ല. ലാ ശരീക ലഹു, അല്ലാഹ്ക്ക് പങ്കുകാരില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹ്ക്ക് തുല്യനായി ആരുമില്ല. കണക്കില്ലാതെ കൊടുക്കുന്നവനാൽ അള്ളാഹിനെ പോലെ വേറെ അള്ളാഹിനെ അള്ളാഹ് ഉണ്ടാക്കി കൊടുക്കും എന്നർത്ഥമുണ്ടോ? ഇല്ല. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ നൽകിയ ശരിയായ വിശദീകരണമുണ്ട്. ആ തഫ്സീർക്ക് മടങ്ങിയില്ല, അവനാന്റെ വക അത് വ്യാഖ്യാനിച്ചു കൊണ്ടുപോയി. അപ്പോഴാ അള്ളാഹ്ക്ക് എത്രയും കൊടുത്തൂടെ, എങ്ങനെയും കൊടുത്തൂടെ. അപ്പം ലോകം മൊത്തം കൺട്രോൾ അല്ലെന്തവരാണ് ഏൽപ്പിച്ചാൽ. അള്ളാഹിൻ്റെ ഒരു നാമം, അവൻ്റെ ഒരു വിശേഷണം, അവൻ്റെ ഒരു പ്രവൃത്തി, അവൻ്റെ എന്തെങ്കിലും സവിശേഷത ഇവിടെ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്കാകുന്നതാണ് അശ്അരി പണ്ഡിതന്മാർ പോലും പരിചയപ്പെടുത്തിയത്. അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഫിൽ ഉലൂഹിയ്യത്തി വ ഖവാസിഹാ. ഉലൂഹിയത്തിലും അതിൻ്റെ പ്രത്യേകതയിലും ഇലാഹിന് പ്രത്യേകമായി എന്തൊക്കെയുണ്ടോ അത് വേറൊരാൾക്കുണ്ട് വിശ്വസിച്ചാൽ ശിർക്കാണ് എന്ന അശ്അരി ത്വരീഖത്ത് അത് തകർത്തെറിഞ്ഞ് അപ്പുറം പോയിട്ട് സ്വയം കഴിവ് വകവെച്ചു കൊടുത്താലേ ശിർക്കാവുള്ളൂ എന്ന സ്വന്തം വിശ്വാസം, ശിയാ വിശ്വാസം പ്രചരിപ്പിച്ചപ്പോൾ ഉണ്ടായ അപകടമാണിത്.